ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയെ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാവിലെ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പം പച്ചക്കറി ഇടാതെ ചെയ്യുന്നവർക്ക് അങ്ങനെ കൊടുത്തു. ഇതിപ്പോൾ ഇച്ചിരി പച്ചക്കറിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നില്ലെന്നും പറഞ്ഞിരുന്നയാ. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലൊന്നും വീഡിയോ കാണിക്കാൻ പറ്റാഞ്ഞ്. അപ്പോൾ പിന്നെ ചിന്തിച്ചെന്നാൽ ഒന്ന് വീഡിയോയുടെ എടുത്തേക്കാന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരി സവാളയും ഇച്ചിരി ക്യാരറ്റും പയറും അതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒന്ന് അളന്നൊന്നുമല്ല വെള്ളം എടുത്താൽ കുറച്ച് വെള്ളം ഒരു അന്താസിലിട്ട് ഇതിലൊരിച്ചിരി ഞാൻ ആ പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയുണ്ടേ. അതൊരിച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ഇച്ചിരി ഒരു നുള്ള് ഗരം മസാലയൊക്കെ ഞാനൊന്ന് ഇട്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്തുള്ള പൊടികളോട് ഇട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം തിളച്ചോണ്ട് ഞാൻ ഇത് പീസ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇവന്മാർക്ക് പൊട്ടിക്കാതെ ഊറി കുടിക്കുന്ന ഇങ്ങനെ വലിച്ചു തിന്നുന്ന ഇഷ്ടം. അപ്പം ഞാനതൊന്ന് മിക്സ് ചെയ്ത് അടപ്പത്തിട്ടിട്ട് അടിയിലൊരു ഇച്ചിണിയും വെള്ളം ഉള്ളപ്പം ഞാനതങ്ങ് ഓഫാക്കി അങ്ങ് അടച്ചിടും. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങ് കുതിർന്ന് വരും, നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ മൊത്തം വെള്ളം വറ്റാനായിട്ട് നിൽക്കത്തില്ല. അടിയിലൊരു സ്വല്പം വെള്ളം ഉള്ളപ്പോൾ അത് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുന്ന ഉടനെ അത് കറക്റ്റായിട്ട് നമുക്കിരിക്കും. അപ്പം നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഗി ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ ചായയും കൂടെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇവിടെ പിള്ളേരിവിടെ പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പേടിയാണ്, എന്തെങ്കിലും ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ പിന്നെ ചായയുടെ നോർമൽ സൗണ്ട് ഇടാഞ്ഞതാ. ഉരുളക്കിഴങ്ങ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇന്നാൾ ഞാനേ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പിട്ട് ആലു പറാത്ത ഉണ്ടാക്കിയ ബാക്കി ഉരുളക്കിഴങ്ങ് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഉണ്ടാക്കില്ലേ. അതിവിടെ പ്രൈസനൊക്കെ ചില സമയത്ത് ഈ പ്രൈസൻ അങ്ങനെയുള്ള പൂരിയും അതുകൂടെ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം കൊടുത്തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ടു. പോൾമോനും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ ഇന്ന് അങ്ങനെ അങ്ങ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അവിടെ വേവിക്കാൻ വെച്ചു. പിന്നെ മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പം അതങ്ങ് അപ്പം പോലെ അങ്ങ് പറ്റിയായിരുന്നു. അപ്പം ഞാൻ ഇച്ചിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇച്ചിരി ചാറൊക്കെ ഒന്ന് ലൂസാക്കി ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതും ഇരുന്നങ്ങ് ഈ ചട്ടിയിലിരുന്നങ്ങ് വറ്റിക്കോളും. അപ്പം കുടിക്കാൻ വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. 3-4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിഞ്ഞല്ല, കീറി. ഉരുളക്കിഴങ്ങ് മസാലയ്ക്കുള്ളതാണ് ഞാൻ ഈ അരിയുന്നത്. അപ്പോൾ ഈ പച്ചമുളക് ഇച്ചിരി എരിവുണ്ട്. അപ്പോൾ അതിനൊരു ഇച്ചിരി എരിവ് ഇരുന്നോട്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കീറിയിട്ടത്. അപ്പോൾ ഇതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കീറിയെടുക്കട്ടെ. ഇങ്ങനെയുള്ളത് പൂരി മസാലയ്ക്ക് നല്ലതാണ്. പൂരി മസാല. അപ്പോൾ ഇത് ചപ്പാത്തിക്കും നല്ലതാണ്. എന്തോ ഇത് ഇഷ്ടപ്പെട്ടു രണ്ടുപേർക്കും. ചില സമയത്ത് പ്രൈസിന് ഓന്തിൻ്റെ സ്വഭാവമാണ്. ഞാൻ കുക്കറിൽ വേവിച്ചതുകൊണ്ട് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള എൻ്റെയൊക്കെ തൊലി കളഞ്ഞ് ഇതിൻ്റെയും കൂടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ഒരു സ്മാഷറും കൊണ്ടൊന്ന് സ്മാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ലാസ്റ്റിലൊരു ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല പൊടിയുള്ളതാണ്. ചിലത് കാണുമല്ലോ അകത്തൊരിച്ചിരി വെന്തു എങ്കിലും അതിച്ചിരി കിഷ് പോലെ ഇരിക്കുമല്ലേ. പച്ചയല്ല, അത് വെന്തു പക്ഷേ പൊടിയില്ലാത്ത അങ്ങനെയുള്ള. നമ്മൾ കപ്പയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചില കപ്പകളുണ്ടല്ലോ വേവും പക്ഷേ പൊടിയില്ലാത്ത, അതുപോലുള്ള ഒരു ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല വീഡിയോ പാത്രം എവിടെ ഇരിക്കുന്നതെന്ന്. പിന്നെയാണ് ശ്രദ്ധിച്ചത് പാത്രം ശരിക്ക് നമ്മൾ ഈ സ്മാഷ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ലെന്ന്. പിന്നെ ഞാൻ നിരക്കി അങ്ങോട്ട് വെച്ചേ. ഈ ലാസ്റ്റ് ഇല്ലത്തേത് ഇച്ചിരി പ്രയാസമായിരുന്നു. അതൊന്ന് ഞാനിങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങോട്ട് ചാടിപ്പോവാൻ നോക്കുമായിരുന്നു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ പറയണമെന്ന് പറഞ്ഞിരുന്ന എനിക്കൊരു കുട്ടി സബ്സ്ക്രൈബറുണ്ട്, 3 വയസ്സുള്ള. ആശാനെ പിന്നെ പ്രൈസനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഗൾഫിലാണ്, നമ്മുടെ റിൻറ്റുവിൻ്റെ കുഞ്ഞാണ്. അവൻ പിന്നെ പ്രൈസനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അപ്പച്ചനെ കണ്ടോണ്ടേ കഴിഞ്ഞ ദിവസം അപ്പച്ചാന്നൊക്കെ വിളിച്ചെന്ന് പറയുന്നത്. പ്രൈസൻ ഉണ്ട് ഇവിടെ. അവനാണെങ്കിൽ അവന് 3-ാം തീയതി തൊട്ട് എക്സാമാണ്. എടാ പഠിക്കുമെന്ന് പറയുന്നതാണെങ്കിൽ അവൻ കുറച്ച് നേരം അവൻ്റെ സൗണ്ട് കേൾക്കും. പിന്നെ ഇവൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവൻ ഡ്രോയിങ് വരപ്പായിരിക്കും. അവന് ഭയങ്കര പരിപാടിയാണ്.
ഇവിടെ പഠിക്കാൻ പറഞ്ഞാൽ നീ എന്തോ എടുക്കോടാ പ്രീഫാൻ? നീ എന്തോടെ കാണിക്കുന്നത്? അതല്ല എന്തിനാ നീ ഇത് നശിപ്പിക്കുന്നത്? അതേ കുത്തി വെച്ചിരുന്നത് വെക്കോടെ. അത് അവിടെ ഇരുന്നതെടുത്ത് അവിടെ കൊണ്ട് കുത്തി വെക്കാൻ. റോസാണോടാ അത്? ഓയ്. ചില സമയത്ത് ഇവന്മാരോട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ ഇവന്മാർ ചക്കെന്ന് വെച്ചാൽ ചൊക്കെന്ന് എന്നോട് എന്ന് ചോദിക്കും. അപ്പോൾ അതാ ഇപ്പോൾ ഒരു സംഭവം അവിടെ നടന്നത്. ഇപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞ അച്ചാർ വാങ്ങിച്ചവർ കിട്ടിയെങ്കിലൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ നോക്കുന്നുണ്ട് ഇവിടെ, ഞാനും ട്രാക്കിംഗ് ആയിട്ട് നോക്കും. ചിലവരെന്തോ ചെയ്യുന്നോ അവരുടെ സ്ഥലത്ത് ഇവിടുന്ന് മുംബൈയിൽ നമ്മുടെ ഈ പനവേൽ ആ ഏരിയയിലാണെങ്കിൽ തന്നെ ചിലപ്പം പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ കിട്ടും. പക്ഷെ അവിടെ കൊണ്ടിട്ടിട്ട് ഇവന്മാർ കൊണ്ട് കൊടുക്കാൻ താമസം. അങ്ങനെ അവിടെ തന്നെ കുറേ ദിവസം കിടക്കും. ചിലപ്പം ഡെലിവറി ആയെന്ന് കാണിക്കും, പക്ഷേ ഡെലിവറി ആയി കാണത്തില്ല. ചിലപ്പോൾ ഡെലിവറി ആയില്ലെന്ന് കാണിക്കും. അതുകൊണ്ടാണ് കിട്ടുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. പക്ഷേ അഥവാ ഞാനൊന്ന് മറന്നു പോവുകയാണെങ്കിൽ കിട്ടിയെങ്കിൽ ഉടനെ ഒന്ന് പറഞ്ഞേക്കണേ കിട്ടിയെന്നുള്ളത്. മീനച്ചാറിൻ്റെ ഓർഡർ ചോദിച്ചവർ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും പോയെണ്ണേ നമ്മൾ അച്ചാറിടുന്ന മീനില്ല. അല്ലാതെ സാധാ ചൂര ഞാൻ വാങ്ങിച്ചു. പക്ഷേ അത് വെള്ളയല്ല, അത് ഇടയ്ക്ക് കറുപ്പൊക്കെ ഉണ്ട്. അത് അച്ചാറിടാൻ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിലും ഓക്കെ. പക്ഷേ ചിലർക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ എനിക്ക് വന്ന മെസ്സേജ് നെയ്മീൻ്റെ റേറ്റ് ചോദിച്ചു. ഇപ്പം നെയ്മീൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കേരയുടെ റേറ്റ് അല്ല നെയ്മീൻ്റെ. കാരണം മീൻ വില കൂടുതലല്ലേ, നെയ്മീൻ വില കൂടുതലല്ലേ. അപ്പം മീനിൻ്റെ വില അനുസരിച്ച് നമ്മൾ അതിനിടും. അതുപോലെ ലഡു വാങ്ങിച്ചവർ ഫ്രിഡ്ജിൽ വെക്കണേ. ഞാൻ 10-15 ദിവസം ഞാൻ വെളിയിൽ വെച്ചിരുന്നു. പക്ഷേ ഈ കൊറിയറൊക്കെ ചെയ്തങ്ങ് വരുന്നതല്ലേ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം 2-3 എടുത്ത് വെളിയിൽ വെക്കുക. അത് തീരുന്നുണ്ടേ വീണ്ടും എടുത്തങ്ങനെ വെളിയിൽ വെക്കുക കേട്ടോ. വെളിയിലങ്ങനെ വെക്കണ്ട. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് അയച്ചത്. എന്നാലും ഞാൻ വീഡിയോയിലങ്ങ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡിയായി. ആ മല്ലിയിലയും കൂടെ ഒക്കെ ഇടുന്നതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയിലയ്ക്ക് നല്ലൊരു മണമാണ്. മല്ലിയില കിട്ടിയത് നല്ല ഫ്രഷ് മല്ലിയിലയായിരുന്നു. മല്ലിയിലയ്ക്ക് അധികം ആയുസിലല്ല, അധികം നമുക്ക് വെക്കുമ്പോൾ അത് പനലാവും. അപ്പം ഞാൻ പിന്നെ ഇനി നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഒരിടയ്ക്ക് ഈ പ്രൈസിന് കൊച്ചിലൊന്നും ബീട്രൂട്ട് പോലെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം കഴിക്കും. പക്ഷേ ബീട്രൂട്ടിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ് കൂടെ ചേർത്തത് കൊണ്ട് കുറേയും കൂടെ നല്ലതാണ്. പോണുമോന് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട് തോരൻ. അപ്പോൾ ഞാൻ ബീട്രൂട്ട് തോരൻ വെക്കുന്ന ഉടനെ അതിൻ്റെ അകത്ത് ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കും. ചില സമയത്ത് ഇച്ചിരി ഒരു നുള്ള് ഗരം മസാലയും കൂടെ ചേർക്കും. ഇന്ന് പക്ഷേ ഗരം മസാല ചേർത്തില്ല, ഇച്ചിരി കുരുമുളക് പൊടിയാണ് ചേർത്തത്. ചില സാധനങ്ങളുടെയൊക്കെ വില കുറയുന്നെന്ന് പറഞ്ഞിട്ട് തേങ്ങയ്ക്ക് ഇപ്പോൾ ഒട്ടും കുറയുന്നില്ല. തേങ്ങ ഇപ്പോഴും കുഞ്ഞു തേങ്ങ 45 രൂപ. ഞാൻ 3 വാങ്ങിച്ചത്. ഒട്ടും അങ്ങോട്ട് ഉൾക്കട്ടിയില്ല, വെറും പൊള്ള തന്നെ. 50 രൂപയെന്ന് പറയാം. ഞാനങ്ങനെ ഇവിടെ തോരൻ വെക്കുമ്പോഴേ പച്ചമുളക് അങ്ങനെ ചേർക്കാറില്ല. ഇവിടെ ഇവർക്ക് ഇഷ്ടമല്ല പച്ചമുളക് ചേർക്കുന്നത്. പക്ഷേ ഞാൻ ഇതുപോലെ ബീട്രൂട്ട് തോരൻ, പൊട്ടറ്റോ മസാല അങ്ങനെയൊക്കെ ഉള്ളതിൽ ഞാൻ പച്ചമുളക് ചേർക്കും. എന്നിട്ട് ആ പച്ചമുളക് ഞാനാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഈ വാട്സപ്പിലൊരു മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരും. പച്ചമുളക് തിന്നുന്നത് ഹാർട്ട് അറ്റാക്കൊക്കെ വരാതിരിക്കാൻ നല്ല ഒരു ഇതാണെന്ന് ഒരു മെസ്സേജ് ഇങ്ങനെ ഇട്ടേക്കുന്നു. ആഹാരം കഴിക്കുമ്പം നമ്മൾ വറ്റൽമുളകിനേക്കായി പച്ചമുളക് ഉൾപ്പെടുത്തിയാൽ അത് ബ്ലഡൊക്കെ ക്ലോട്ടിങ് അത് അലിയാനൊക്കെ നല്ലതാണെന്ന്. അപ്പോൾ ഇതൊന്ന് ഞാൻ അടപ്പത്ത് വെച്ചിട്ട് ഇന്നലെ നമ്മൾ വറ്റയുടെ കുഞ്ഞ് അന്ന് ഞാൻ 5 എണ്ണമല്ല വറുത്തുള്ളൂ. അപ്പം ബാക്കി 3 ഉണ്ടായിരുന്നു. അപ്പം 3 പേരല്ലോ. ഇപ്പം ആ വറ്റ റേച്ചാൻ കഴിച്ചു. ഞാൻ പറഞ്ഞില്ല അതിൽ കുറേ ബാക്കിയൊക്കെ വെച്ചിരുന്നെന്ന്. പിന്നെ കിളിമീനുണ്ടല്ലേ, കിളിമീൻ ഒരു 3-4 എടുത്ത് അതുകൂടെ വറുത്ത്. അപ്പം വറ്റ വേണ്ടിയെടുത്ത് ഇവന്മാർത്തി വെച്ചിടാ, നിങ്ങൾക്ക് ഇത് ഏതാടാ വേണ്ടി വെച്ചിടാൻ 2 അവന്മാരും പറഞ്ഞ അവന്മാർക്ക് ആ വറ്റ മതിയെന്ന്. അപ്പോൾ പിന്നെ ഡാഡിക്ക് കിളിമീൻ കൊടുക്കുന്നതിനും പറഞ്ഞ് അവർക്ക് 3 കൊടുത്തിട്ട് പാവത്തിന് കിളിമീനായിരുന്നു ഞാൻ കൊടുത്തത്. അതെങ്കിലും അങ്ങ് തിന്നട്ടെ. അത് പിച്ചി ഇച്ചിരിയൊക്കെ കാണും അവിടെ അധികം.
അപ്പം പിന്നെ മോരുകറി വെക്കണമായിരുന്നു. ഇവിടുത്തെ പോൾമോൻ്റെ ഫേവറേറ്റ് മോരുകറി വെച്ചാൽ പിന്നെ എനിക്ക് കറിക്ക് ബുദ്ധിമുട്ടുണ്ട് 2-3 ദിവസത്തേക്കിന്. മോരുകറി പിന്നെ എന്തെങ്കിലും തോരനോ അതൊക്കെ വെച്ചാൽ മതി. എനിക്ക് പിന്നെ മീൻ വറുത്തത് വേണമെന്നൊന്നുമില്ല, കറി വെച്ചത് ഉണ്ടല്ലോ. വറുത്തതുണ്ടെങ്കിൽ പിന്നെ ഇവന്മാരും കറി വെച്ചത് എടുക്കത്തില്ല. ഞാൻ ആ തലയുടെ അവിടെ കൊണ്ട് കണ്ണിൻ്റെ അവിടെ വെച്ചല്ലേ മീൻ വറുത്തത്, അത് പ്രൈസൻ അത് വേണം, മുഴുവനെ വേണം, അവൻ മുറിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ പോൾ അത് എടുക്കത്തില്ല, പോളിന് ഇഷ്ടമല്ല. അവൻ പോളിൻ്റെ കൂടെ പിന്നെ ഇവനാണ് എടുക്കുന്നത്. അപ്പം ബീട്രൂട്ട് തോരനും റെഡി ആയായിരുന്നു. അപ്പോൾ ഇനിയും കാണിക്കുന്ന വീഡിയോ 4-5 വർഷങ്ങൾക്ക് മുമ്പോട്ടുള്ളയാ. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തേ കേട്ടോ. ठीक है, ले लो और क्या। और बस का अपना बस का कितना आता है? ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു, നല്ല ഇരുട്ടായിരുന്നു. ഇത് മുന്നോട്ട് പോകണേ കാര്യം കൊണ്ട് ഇങ്ങനെ ചവിട്ടണം. പോൾമോൻ ചവിട്ടി അവൻ്റെ ഊപ്പാട് വന്നു. പപ്പായ വിട്ട് ചവിട്ടാൻ അന്നവന് കുറേ കുഞ്ഞൂടായിരുന്നല്ലേ, അപ്പോൾ അവർക്കൊക്കെ അതൊക്കെ ഒന്ന് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കണ്ട ബോട്ടിലാന്നല്ലേ നമ്മളിപ്പം. सीधा कर, इधर रुको, उधर पापा का उधर रुको. हाँ रुको रुको रुको. हाँ बैठ सीट. बोटिंग कर रहे हैं. हाय ക്യാമറ അവിടോട്ട് നിന്നേ, അവിടോട്ടേക്ക് ഫോട്ടോ എടുക്കട്ടെ. Raisin, Raisin, पापा को देख, पापा को देख, हाय करो पापा ये. Raisin. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.